പാലക്കാടൻ ഗ്രാമത്തിന്റെ ഒത്തനടുക്ക് ഏക്കറുകളോളം പടർന്ന് പന്തലിച്ച് കാടിനുള്ളിൽ പഴയൊരു മേക്കാടൻ ഇല്ല ഉണ്ടായിരുന്നു. തലമുറകൾക്ക് മുൻപ് അവിടുത്തെ കാർന്നവറായിരുന്നു മേക്കാടൻ തിരുമേനി. അഗാധ പണ്ഡിതനും എന്നാൽ വിശ്വസനീയമായ അഹങ്കാരിയുമായിരുന്നു അദ്ദേഹം. തന്റെ അറിവ് മറ്റാർക്കും പകർന്നു കൊടുക്കാതെ പല മന്ത്രവാദങ്ങളും ചെയ്ത് അദ്ദേഹം ഒടുവിൽ ദുർമരണം പ്രാപിച്ചു. അതിനുശേഷം ആ ഇല്ലം അനാഥമായി. വിശ്വാസങ്ങളനുസരിച്ച് ആ തിരുമേനി ഒരു ബ്രാഹ്മണ രക്ഷസായി. ആ ഇല്ലം പറമ്പിലെ കൂറ്റൻ ഏഴിലം പാലയിൽ കുടിയിരിക്കുന്നു എന്ന് നാട്ടുകാർ വിശ്വസിച്ചു. രാത്രിയിൽ അവിടെ നിന്നും വേദമന്ത്രങ്ങൾ കേൾക്കാറുണ്ടെന്നും ചിലപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരാൾ ഇല്ലത്തിന്റെ വരാന്തയിലൂടെ നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അവർ പരസ്പരം പറഞ്ഞു ഭയന്നു. വർഷങ്ങൾക്ക് ശേഷം ആ തറവാടിന്റെ അവകാശിയായ അലൻ വന്നു. ഒരു ആർക്കിടെക്റ്റ് കൂടിയാണ് അലൻ. ബാംഗ്ലൂരിൽ വളർന്ന അലന് ഈ കഥകളിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഇല്ലവും ആ പറമ്പും വിറ്റ് ആ പണം കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാനായിരുന്നു അവന്റെ പ്ലാൻ. അലൻ നാട്ടിലെത്തി. ഇല്ലം കാട് പിടിച്ചു കിടക്കുകയാണ്. കൂടെ വന്ന പഴയ കാര്യസ്ഥൻ മാധവൻ നായർ അവനെ തടഞ്ഞു. അലൻ കുഞ്ഞെ, സന്ധ്യ കഴിഞ്ഞാൽ ആ പറമ്പിലേക്ക് കടക്കരുത്. അവിടുത്തെ ഏഴില്ലം പാലം മുറിക്കാൻ പാടില്ല. തിരുമേനിയുടെ ശാപമാണത്. ബ്രഹ്മരക്ഷസാണ്. കളിച്ചാൽ കുലമുടിയും. അലൻ ചിരിച്ചു. എന്ത് മാധവൻ നായരെ, ഈ കാലത്തും ഇതൊക്കെ വിശ്വസിക്കുകയാണോ? നാളെ തന്നെ ഞാൻ ആ മരം മുറിക്കാൻ ആളെ ഏർപ്പാടാക്കും. അവിടെയൊരു ഹെറിറ്റേജ് റിസോർട്ടാണ് എന്റെ പ്ലാൻ. അന്ന് രാത്രി അലൻ അടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. ജനലിലൂടെ നോക്കിയാൽ അകലെ കറുത്ത രൂപം പോലെ മേക്കാടനില്ലം കാണാം. രാത്രി എപ്പോഴോ അവൻ ഞെട്ടിയുണർന്നു. മുറിയിൽ അതിശക്തമായ ചന്ദനത്തിരിയുടെ ഗന്ധം. അതോടൊപ്പം വളരെ വ്യക്തമായി ആരോ സംസ്കൃത ശ്ലോകങ്ങൾ ഉരുവിടുന്ന ശബ്ദം. ആദ്യം അതൊരു തോന്നലാണെന്ന് കരുതി. ശബ്ദം മുറിയുടെ മൂലയിൽ നിന്നുമാണ് വരുന്നതെന്ന് അവൻ ലൈറ്റ് ഇട്ടു. മുറിയിൽ ആരുമില്ല. ഗന്ധം മാഞ്ഞു, ശബ്ദവും നിന്നു. പിറ്റേന്ന് രാവിലെ അവൻ മരംവെട്ടുകാരുമായി ഇല്ലപ്പറമ്പിലെത്തി. കൂറ്റൻ ഏഴിലം പാലയുടെ അടുത്തെത്തി മഴുവൂങ്ങി. അരുത്! ഒരു അശരീരി പോലെ ആ ശബ്ദം കാറ്റിൽ മുഴങ്ങി. അതൊരു മനുഷ്യ ശബ്ദമായിരുന്നില്ല. മരം വെട്ടുകാർ പേടിച്ച് മഴു താഴെയിട്ട് അവർ തിരിഞ്ഞോടി. അലൻ ദേഷ്യത്തോടെ മഴു കയ്യിലെടുത്ത്, ഇതൊക്കെ വെറും കാറ്റിന്റെ ശബ്ദമാണ്. അലൻ ആഞ്ഞൊന്ന് മരത്തിൽ വെട്ടി. മരത്തിൽ നിന്നും വെളുത്ത കറയ്ക്ക് പകരം കടും ചുവപ്പ് നിറത്തിൽ ഒരു ദ്രാവകം ഒഴുകി. രക്തം പോലെ. അതവനെ ഒരു നിമിഷം അമ്പരിപ്പിച്ചെങ്കിലും അതൊരു മരക്കറ മാത്രമാണെന്ന് സ്വയം വിശ്വസിപ്പിച്ചു. അന്ന് രാത്രി അലന് ഉറങ്ങാൻ കഴിഞ്ഞു. മുറിക്കുള്ളിൽ താപനില വല്ലാതെ ഉയരുന്നത് പോലെയോ ആരോ തന്നെ തുറച്ചു നോക്കുന്നത് പോലെയോ അവന് തോന്നി. അലൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് മുറിയിൽ ലൈറ്റുകൾ ഒന്നൊന്നായി അണഞ്ഞു. മുറിയിൽ കൂരാകൂരിട്ട്. ജനലിലൂടെ നേരിയ വെളിച്ചത്തിൽ അവൻ അത് കണ്ടു. മേക്കാടൻ പറമ്പിലെ ഏഴിലം പാലയുടെ മുകളിൽ 6 അടിയിലധികം ഉയരമുള്ള വെള്ള വസ്ത്രം ധരിച്ച ഒരു രൂപം. അതിന് നിലത്ത് കാലുറയ്ക്കുന്നില്ല. അത് വായുവിൽ നിൽക്കുകയാണ്. ആ രൂപം പതുക്കെ ഗസ്റ്റ് ഹൗസിന് നേരെ തിരിഞ്ഞു. ദൂരെയായിരുന്നിട്ടും ആ കണ്ണുകൾ അവനെ വ്യക്തമായി കാണാമായിരുന്നു. അത് വെറും കണ്ണുകളായിരുന്നില്ല, കനൽക്കട്ടകൾ പോലെ അത് ജ്വലിക്കുന്നുണ്ടായിരുന്നു. രക്ഷിക്കില്ല! തൊട്ടടുത്ത് അവന്റെ ചെവിയിൽ ആഴത്തിലുള്ള ഗാംഭീര്യ ശബ്ദം. ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവന്റെ മുറിയുടെ മൂലകൾ ആ രൂപം നിൽക്കുന്നു. കയ്യിലൊരു ഓലക്കെട്ട്, നെറ്റിയിൽ ഭസ്മക്കുറി, കഴുത്തിൽ ഒരു പൂണൂൽ. മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. എന്റെ സ്ഥാനം, എന്റെ അറിവ് നീ അശുദ്ധമാക്കി. ആ ശബ്ദം മുഴങ്ങി. ബ്രഹ്മരക്ഷസ് പതുക്കെ അവന്റെ നേരെ കൈനീട്ടി. ആ കൈയിലെ വിരലുകൾ അസാധാരണമായി നീണ്ടിരുന്നു. അലൻ ഭയം കൊണ്ട് അലറിക്കരഞ്ഞു. അവൻ സർവശക്തിയുമെടുത്ത് വാതിൽ തള്ളി തുറന്ന് പുറത്തേക്കോടി. അവന് പിന്നാലെ ആ മുറിയിലെ ഭാരമുള്ള കട്ടിലും മേശയും കസേരയും ഭിത്തിയിൽ വന്നിടിച്ച് തകരുന്ന ഭീകര ശബ്ദം അവൻ കേട്ടു. അവൻ ഓടിയത് പാർക്കിങ്ങിൽ കിടന്ന അവന്റെ കാറിന്റെ അടുത്തേക്കാണ്. എങ്ങനെയെങ്കിലും എവിടെ നിന്നും രക്ഷപ്പെടണം. കൈ വിറച്ചുകൊണ്ട് അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ഒറ്റയടിക്ക് കാർ സ്റ്റാർട്ടായി. ഹെഡ്ലൈറ്റ് തെളിഞ്ഞപ്പോൾ കാറിന് തൊട്ടു മുൻപിൽ അതേ രൂപം. അലൻ ഭ്രാന്തമായി ഹോൺ മുഴക്കി ആക്സിലേറ്ററിൽ കാൽ ചവിട്ടി. കാർ മുന്നോട്ട് കുതിച്ചു. ആ രൂപം ഒരു പുക പോലെ അപ്രത്യക്ഷമായി. രക്ഷപ്പെട്ടു! അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കാർ പായലുകൾ നിറഞ്ഞ ഗ്രാമവഴിയിലൂടെ ഓടിച്ചു. പെട്ടെന്ന് കാറിന്റെ സ്റ്റീരിയോ
തനിയെ ഓണായി. അതിൽ പാട്ടിന് പകരം അതിഗംഭീരമായ സ്വരത്തിൽ സംസ്കൃത ശ്ലോകങ്ങൾ ഒഴുകി വന്നു. കാറിനുള്ളിലെ AC തനിയെ ഓണായി. കണ്ണാടിയിൽ മഞ്ഞുറഞ്ഞു. രക്ഷയില്ല. അതേ ശബ്ദം. ഇത്തവണ കാറിന്റെ പിൻസീറ്റിൽ നിന്നായിരുന്നു. അലൻ ഞെട്ടി. അലൻ മിററിലേക്ക് നോക്കി. ബാക്ക് സീറ്റിൽ ജ്വലിക്കുന്ന കണ്ണുകൾ മാത്രം. ഭയം കൊണ്ട് ദിശ തെറ്റിയ അലൻ കാർ വെട്ടിത്തിരിച്ചു. കാർ നിയന്ത്രണം വിട്ട് അടുത്തുള്ള പാടത്തേക്ക് മറിഞ്ഞു. തലയിടിച്ച അലൻ പതുക്കെ കാറിൽ നിന്ന് നുഴഞ്ഞിറങ്ങി. ഭാഗ്യത്തിന് വലിയ പരിക്കില്ല. അവൻ മുടന്തിക്കൊണ്ടെഴുന്നേറ്റു. എങ്ങോട്ടാണ് ഓടേണ്ടത് എന്ന് അവൻ അറിയില്ലായിരുന്നു. ചുറ്റും കൂരിരുട്ട്. അവൻ ഓടാൻ തുടങ്ങി. ഒരു ഭ്രാന്തനെ പോലെ അവൻ ദിക്കറിയാതെ ഓടി. ഓടി അവൻ ചെന്നു നിന്നത് മേക്കാടൻ നിലത്തിന്റെ പടുകൂറ്റൻ പടിപ്പുരയ്ക്ക് മുന്നിലാണ്. അവൻ വന്ന വഴി അടഞ്ഞിരിക്കുന്നു. ഒരു അദൃശ്യ ശക്തി അകത്തേക്ക് വലിക്കുന്നത് പോലെ അവന് തോന്നി. ഇല്ല, അവൻ നിലവിളിച്ചു. പക്ഷെ അവന്റെ കാലുകൾ അവനെ അനുസരിച്ചില്ല. അവൻ പതുക്കെ പടിപ്പുര കടന്ന് ഇല്ലത്തിന്റെ മുറ്റത്തേക്ക് നടന്നു. ഇല്ലത്തിന്റെ ഇരുട്ട് നിറഞ്ഞ വരാന്തയിൽ ആരോപോ അവനായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഇത്തവണ അതൊറ്റയ്ക്കായിരുന്നില്ല. അതിനു ചുറ്റും അനേകം നിഴലുകൾ, രൂപമില്ലാത്ത പ്രേതാത്മാക്കൾ പോലെ നിലം തൊടാതെ ഒഴുകി നടക്കുന്നു. അറിവിനെ ധിക്കരിച്ചവന് ശിക്ഷ ബ്രഹ്മരക്ഷസ്. കൈകൾ വിരിച്ചു. നിഴലുകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അലന്റെ നേരെ പാഞ്ഞെടുത്തു. അവന്റെ അലർച്ച ആകാശത്തേക്ക് ഉയർന്നു. പിന്നെ പെട്ടെന്ന് നിലച്ചു. പിറ്റേന്ന് രാവിലെ മാധവൻ നായർ പോലീസുമായി ഗസ്റ്റ് ഹൗസിൽ എത്തിയപ്പോൾ അലന്റെ മുറി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കാർ പാടത്ത് മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അവർ അലനെ തിരക്കി ഇല്ലപ്പറമ്പിലേക്ക് ഓടി. അവിടെ ആ 7 പാലയുടെ ചുവട്ടിൽ അവർ ആ കാഴ്ച കണ്ടു. അലൻ ആ മരത്തിൽ പുറം ചേർത്തിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് പുറത്തേക്ക് തള്ളി വായ പിളർന്നിരുന്നു. അവൻ മരിച്ചിരുന്നില്ല. അവൻ ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ അനങ്ങുന്നില്ല. ഒരു പ്രതിമ പോലെ മാധവൻ നായർ പേടിച്ചുകൊണ്ട് അടുത്തു ചെന്നു. അലൻ കുഞ്ഞേ. അവന്റെ തല പതുക്കെ തിരിഞ്ഞു. അലന്റെ മുഖത്ത് ഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ മാധവൻ നായരെ തുറിച്ചു നോക്കി. എന്നിട്ട് അലൻ വായ തുറന്നു. അതിൽ നിന്നും പുറത്തേക്ക് വന്നത് അലന്റെ ശബ്ദമായിരുന്നില്ല. അനേകം പുരുഷന്മാരുടെ ശബ്ദങ്ങൾ ഒന്നിച്ചു ചേർന്നതുപോലെയുള്ള അകാരവും ഗംഭീരവുമായുള്ള ശബ്ദത്തിൽ അലൻ അത്യുച്ചത്തിൽ വേദമന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അവന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ പോക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഭയം കൊണ്ട് കൈകൾ വിറച്ചു. അലന്റെ ശരീരത്തിൽ ആ ബ്രഹ്മരക്ഷസ് അതിന്റെ അടങ്ങാത്ത അറിവ് ലോകത്തോട് വിളിച്ചു പറയാനുള്ള പാത്രമാക്കി മാറ്റിയിരുന്നു. ജീവനോടെ, എന്നാൽ സ്വന്തം ശരീരത്തിൽ തടവുകാരനായി, ആർക്കും മുറിക്കാൻ കഴിയാത്ത ആ 7 പാലയുടെ കാവൽക്കാരനായി. ആ കാഴ്ച കണ്ട് ഭ്രാന്ത് പിടിച്ച പോലീസുകാരും മാധവൻ നായരും അവിടുന്ന് തിരിഞ്ഞോടി. പിന്നീട് ഒരിക്കലും ആരും ആ പടിപ്പുര കടക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല.